Students, today let us start a new module in inorganic chemistry, that is analytical chemistry 2. ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് 3 പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അതിനകത്ത് ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 ആണ്. ആ പാർട്ട് 3 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കമ്പാരിസൺ ഓഫ് റിസൾട്ട് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. We know exactly what is a quantitative analysis and qualitative analysis. So here we are comparing or the comparison of results that is obtained in the quantitative analysis. ഈ ഒരു പാർട്ടിൽ നമുക്ക് സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് വൺ ഈസ് അക്യുറസി, അതർ ഇസ് എ പ്രിസിഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ എറേഴ്സ്. അപ്പോൾ എറർ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിവേ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ആൻ അക്യുറസി ആൻഡ് പ്രിസിഷൻ. ഞാനത് എക്സാക്റ്റ് ആയിട്ട് എന്താണ് അക്യുറസി എന്നും അല്ലെങ്കിൽ എന്താണ് പ്രിസൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനുള്ള ഒരു ഡയഗ്രാമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹിയർ ഇതാണ് നമ്മളൊരു ടാർജറ്റ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ടാർജറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ആ ഒരു ടാർജറ്റ് പോയിന്റിനോട് അടുത്ത് വരുന്ന പോയിന്റ്സുകളാണ്, അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിനോട് ഏകദേശം അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്യുറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രിസൈസ് എന്ന് പറയുന്നത് അത് ഇതായിരുന്നു നമ്മൾ ടാർജറ്റ് എന്ന് പറയുന്നത് അല്ലേ, അതാണ് നമ്മൾ ടാർജറ്റ് പോയിന്റ്. പക്ഷെ പ്രിസൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദൻ അക്യുറേറ്റ്. പക്ഷെ പ്രിസൈസ് വാല്യൂസുകൾ തമ്മിൽ എന്താണ്, ഒരു സെയിം ആയിട്ട് വരുന്നുണ്ട്. മീൻസ് സിമിലാരിറ്റി ഇൻ ദ വാല്യൂസ്, അവർ തമ്മിൽ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. പക്ഷെ അതെന്തല്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. So this is a basic difference that is given to what is an accurate and what is a precise. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടായിരിക്കണം ഇതിന് ശേഷമുള്ള ഓരോ പോയിന്റ്സുകളും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ഒരു ഡിഫറൻഷിയേറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അക്യുറസി ആൻഡ് പ്രിസിഷൻ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി better for you to present for your exam. So let us see what all are the points that are given here. So first this is accuracy and it is a precision. Accuracy എന്ന് പറയുന്നത് it is defined as a concordance between the observed value and the true or the most probable value. അപ്പോൾ എന്താണ് ട്രൂ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെൻസിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഓർ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് ട്രൂ വാല്യൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ അക്യുറസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കൺകോർഡൻസ് ആണ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂവും അതുപോലെ ആക്ച്വലി ഉള്ള ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്നാണ് പറയുന്നത്. നമുക്ക് ആക്ച്വലി ഒരു ട്രൂ വാല്യൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനെ മോസ്റ്റ് പ്രോബബിൾ അല്ലേ, കൂടുതൽ സാധ്യതയുള്ള വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. But in the case of precision, it is defined as a series of measurements of the same quantity. അത് കറക്റ്റായിട്ടൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ ഒരു സീരീസ് ഓഫ് മെഷർമെൻറ്റ്സ് തരും അറൗണ്ട് സെയിം ക്വാണ്ടിറ്റിയിലായിരിക്കും. ദെൻ അക്യുറസി ഇറ്റ് എക്സ്പ്രസ് ദ കറക്റ്റ്നെസ് ഓഫ് എ മെഷർമെൻറ്റ്സ്. ഒരു മെഷറിൻ്റെ എക്സാക്റ്റ് കറക്റ്റ്നെസ് ആണ് എന്ത് കാണിക്കുന്നത്, അക്യുറസി കാണിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രിസിഷൻ ഇറ്റ് എക്സ്പ്രസസ് എ റിപ്രൊഡ്യൂസബിലിറ്റി ഓഫ് എ മെഷർമെൻറ്റ്സ്. ഒരു മെഷർമെൻറ്റ് എത്രമാത്രം റീപ്രൊഡ്യൂസ് ചെയ്ത് എത്രമാത്രം സീരീസ് ഓഫ് മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് ദ അക്യുറസി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹൗ ക്ലോസ് ദ ഒബ്സർവ്ഡ് വാല്യൂ ഇസ് ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനോട് എത്രമാത്രം അടുത്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ഉള്ളത് എന്ന്. ദാറ്റ് ഈസ് ദ അക്യുറസി. ദെൻ പ്രിസൈസ് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹൗ ക്ലോസ് ദ മെഷർമെൻറ്റ്സ് ആർ ടു ഈച്ച് അതർ. ഞാൻ കണ്ടുപിടിച്ച ഡിഫറെൻറ്റ് വാല്യൂസിൽ അത് എത്രമാത്രം അടുത്തടുത്താണ്. അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പം ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, എനിക്ക് വാല്യൂസ് കിട്ടുന്നു, വാല്യൂസ് അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. അപ്പം നോർമലി ഞാൻ എന്ത് വിചാരിക്കും, ദാറ്റ് വാല്യൂസ് കറക്റ്റ്. പക്ഷെ അവിടെ പോസിബിലിറ്റി ഉണ്ട്, എന്ത് വാല്യൂ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എറർ കൊണ്ടോ അത് എന്തായിരിക്കാം, വാല്യൂസ് അടുത്തടുത്ത് വരുന്നുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് ഷോസ് ദാറ്റ് ദ വാല്യൂ ഇസ് കറക്റ്റ്, ബട്ട് ഇറ്റ് ഷോസ് ദ പ്രിസൈസ് അല്ലേ. പ്രിസിഷൻ ഉണ്ട്, അക്യുറസി ഇല്ല എന്ന് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ പറയും. ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ പ്രിസിഷൻ എന്ന് വെച്ചാൽ അക്യുറസി എപ്പോഴും പ്രിസിഷനെ ഫോളോ ചെയ്യുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രിസിഷൻ ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഡു നോട്ട് ഇംപ്ലൈ അക്യുറസി. ഇപ്പം അക്യുറേറ്റ് എന്ന് പറയുന്ന ഒരുപാട് വാല്യൂസ് എന്ന് പറയുന്നത് പ്രിസൈസ് ആയിരിക്കും, കാരണം അക്യുറസിയോട് നിയർ ബൈ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ പ്രിസൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, ഇത് നമുക്ക് ഏകദേശം ഒരു പ്രിസൈസ് ആണെന്ന് പറയാം അല്ലേ, അക്യുറേറ്റ് ആണ്, അത് ഏകദേശം ഒക്കെ വാല്യൂസ് അടുത്താണ്. പക്ഷേ ഇവിടെ നോക്കി ഇത് പ്രിസൈസ് ആണ്, പക്ഷേ ഇത് അക്യുറേറ്റ് ആണോ?
അല്ല. അപ്പം പ്രിസൈസ് ഒരിക്കലും നമുക്ക് എന്ത് വാല്യൂ തരില്ല, ഒരിക്കലും ആക്യുറസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇംപ്ലൈ തരില്ല. ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഡസ് നോട്ട് ഇംപ്ലൈ ആക്യുറസി എന്ന് വെച്ചാൽ നിങ്ങൾ വോളിമെട്രി ചെയ്തു, നിങ്ങൾക്കൊരു എൻഡ് പോയിന്റ് കിട്ടി, എൻഡ് പോയിന്റ് നിയർ ബൈ ആണ്, പക്ഷെ ഇത് പ്രിസൈസ് ആണ്, അത് ആക്യുറേറ്റ് ആകണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആക്യുറേറ്റ് ഐറ്റംസ് ഹാവ് ടു ബി പ്രിസൈസ് ഇൻ മോസ്റ്റ് കേസസ്. ചില കേസസിൽ അതെന്തായിരിക്കണം, ആക്യുറേറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് പ്രിസൈസും കൂടെ ആയിരിക്കണം. പക്ഷെ പ്രിസൈസ് എന്ന് പറയുന്നത് പ്രിസൈസ് ഐറ്റംസ് മേ ഓർ മേ നോട്ട് ബി ആക്യുറേറ്റ്, അത് ആകാം ആകാതിരിക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ പ്രിസൈസ് കിട്ടി, ആ പ്രിസൈസ് കിട്ടി ചിലപ്പോൾ ആക്യുറേറ്റിൻ്റെ അടുത്തുള്ള പ്രിസൈസ് വാല്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ അതല്ലാതെയും ആകാം. അതുകൊണ്ടാണ് പറയുന്നത് പ്രിസൈസ് ഐറ്റംസ് മേ ഓർ മേ നോട്ട് ബി ആക്യുറേറ്റ്. ഇനി ഒരു ഡെഫിനേഷൻ എന്നുള്ളത് പോലെ കൊടുത്തതാണ് ഇവിടെ. If what is an accuracy എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ it could be defined as the level of correctness of a measurement to its true value, or what is precision എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ it could be defined as a sharp exactness of a measurement. So ഇതാണ് നമ്മൾ accuracyയും precisionഉം തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാനൊരു ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഇത് അക്യുറേറ്റുമാണ് പ്രിസൈസുമാണ്. കാരണം ഇത് അക്യുറേറ്റ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ടാർഗറ്റ് പോയിന്റിലാണ് കാണിച്ചിട്ടുള്ളത്, പ്രിസൈസും ആണ് എന്ന് വെച്ചാൽ ക്ലോസ് ടു ഈച്ച് അതർ ആണ്. ഇവിടെ നോക്കി ഈ ഒരു ഡയഗ്രാം മാത്രം നോക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക ഇത് പ്രിസൈസ് ആണ് എന്ന് വെച്ചാൽ അവരുടെ വാല്യൂസ് അടുത്തടുത്ത് കാണുന്നുണ്ട്, പക്ഷെ ഇത് ആക്യുറേറ്റ് ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്. അതുകൊണ്ട് നോട്ട് ആക്യുറേറ്റ്, പ്രിസൈസ്. ഇവിടെ നോക്കി, ഇവിടെ അക്യുറേറ്റ് ആണോ? ഇത് ടാർഗറ്റിലാണോ ഉള്ളത്? അല്ല, ഇത് മീൻസ് അറൗണ്ട് അല്ലേ, ഈ ഒരു രണ്ട് വാല്യൂസ് എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ളതിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അക്യുറേറ്റ് ആണ്. ഞാൻ നേരത്തെ അക്യുറേറ്റ് അല്ല എന്നാണ് പറഞ്ഞത്, സോറി. ഇവിടെ നോക്കുക, ഇത് നോർമലി ഒരു അക്യുറസി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ടാർഗറ്റ് പോയിന്റ് എങ്കിൽ അതിൻ്റെ ഏകദേശം അക്യുറേസിൻ്റെ അടുത്ത് ഭയങ്കര ഈ പറഞ്ഞ അക്യുറേറ്റ് ഇത്രയും അക്യുറസി ഇല്ല ഇവിടെ. ഓക്കെ, അക്യുറേറ്റ് ആണ് എന്ന് പറയാം, പക്ഷെ പ്രിസൈസ് അല്ല, കാരണം വാല്യൂസ് എല്ലാം എന്താണ് വിട്ടിട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ അക്യുറേറ്റുമല്ല എന്തുമല്ല പ്രിസൈസുമല്ല. വേണമെങ്കിൽ ഈ ഒരു പോയിന്റിനെ ഞാൻ അറൗണ്ട് അല്ലേ ഒരു അക്യുറേറ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ദിസ് ഇസ് നോട്ട് ആക്യുറേറ്റ് ആൻഡ് നോട്ട് പ്രിസൈസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു നൗ വാട്ട് ഈസ് എൻ ആക്യുറേറ്റ് ആൻഡ് വാട്ട് ഈസ് എ പ്രിസൈസ്, ഓർ പ്രിസിഷൻ ആൻഡ് വാട്ട് ഈസ് എൻ ആക്യുറസി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്ന നെക്സ്റ്റ് ഒരു കാര്യമാണ് എന്ത്, എറേഴ്സ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾക്കറിയാം എന്താണ് എറർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഞാൻ ഒരു വാല്യൂ കണ്ടുപിടിച്ചു, ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ അതിന് മെയിൻലി ഒരു തിയറട്ടിക്കൽ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രൂ വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂവിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എററാണ്. അപ്പോൾ എന്താണ് എറർ എന്നുള്ളത് നമുക്ക് നോയിങ്ലി അറിയുമെങ്കിലും യു ഷുഡ് ബി തറോ വിത്ത് ദാറ്റ് ഹൗ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, അതിനുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. It is the differences between the value of a physical measurements obtained for a person and its true or most probable value. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സും അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ, അത് ഏത് എക്സ്പെരിമെൻ്റ് ആയിക്കോട്ടെ, ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു ട്രൂ വാല്യൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറേഴ്സ് എന്ന് പറയുന്നത്. And the differences between the observed or calculated value and true value is known as error. നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ദെൻ എറർ ഈസ് എ മീൻസ് ഓഫ് എക്സ്പ്രസിങ് ദ അക്യുറസി ഓഫ് എ മെഷർമെൻറ്റ്. അപ്പോൾ എറർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അക്യുറസിയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു, ആ എക്സ്പെരിമെൻറ്റിൽ എനിക്ക് എറർ കുറവാണ്. ഞാൻ ഒബ്സർവ് ചെയ്ത വാല്യൂവും അതുപോലെ അതിൻ്റെ ട്രൂ വാല്യൂവും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തു. ഇങ്ങനെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻസ് ചെയ്തു. ഇങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് വാല്യൂ വളരെ കുറവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ ചെയ്ത എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് അക്യുറേറ്റ് ആയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി അതല്ല, ഞാൻ ഈ രണ്ട് വാല്യൂസിനെയും തമ്മിൽ ഞാൻ ഡിഫറൻസ് കണ്ടപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് അവിടെ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് എന്താണ്, അത് കറക്റ്റ് അല്ല, അതിന് അക്യുറേറ്റ് ആയിട്ട് എനിക്ക് വാല്യൂ കിട്ടിയിട്ടില്ല. എനിവേ വി ക്യാൻ സേ ദാറ്റ് എറേഴ്സ് ഈസ് എ മീൻസ് ഓഫ് എക്സ്പ്രസിങ്, ഇറ്റ് എക്സ്പ്രസ് ദ അക്യുറസി ഓഫ് എ മെഷർമെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ഡിഫറൻസ് ഓർ ഡീവിയേഷൻ. ഇറ്റ് മേ ഓൾസോ കോൾഡ് ആസ് ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ദാറ്റ് ടേക്കിംഗ് പ്ലേസ് from the true value. It is a difference or a deviation from the true value of a measurable quantity. അവിടെയും ഉണ്ട് എല്ലാ വാല്യൂസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രൂ വാല്യൂ ഓഫ് എ മെഷറബിൾ ക്വാണ്ടിറ്റി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ എറേഴ്സിനെ നോർമലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എബ്സല്യൂട്ട് എറേഴ്സ് ഓർ റിലേറ്റീവ് എറേഴ്സ്, അല്ലെങ്കിൽ എബ്സല്യൂട്ട് എറേഴ്സ് ആൻഡ് റിലേറ്റീവ് എറേഴ്സ് എന്നായിട്ട്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് എറേഴ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇവിടെ ഞാൻ രണ്ടും കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് എൻ അബ്സല്യൂട്ട് എറർ ആൻഡ് വാട്ട് ഈസ് എൻ റിലേറ്റീവ് എറർ എന്നുള്ളത്. സോ വാട്ട് ഈസ് എൻ അബ്സല്യൂട്ട് എറർ? It is a difference between the observed value and the true or most probable value of the quantity measured. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്? അവിടെ തന്നെ ഒരു റിലേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ, ആരുമായിട്ട് ഒരു റിലേഷൻ കാണിക്കുന്നു. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ എറർ ടു ദ ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. നമുക്ക് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് അതൊന്നും കൂടെ ക്ലിയർ ആവും. Then absolute error means it is a measure of the accuracy of the experiment. Okay, normally we know that it is also showing the function of error, and it is a measure of accuracy of the measurement. And relative error means it is a quantity more useful than the absolute error. Absolute error-നേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? റിലേറ്റീവ് എററിനാണ്. And equation for the absolute error is E, means this absolute error E is equal to x observed value minus xt. It is a true value. So absolute error is equal to x observed minus xt. It is the observed value minus the true value. But in the case of a relative error, ER is equal to x observed value minus true value divided by the true value into 1000. Means not 1000 into 100. Means പെർസെൻറ്റേജിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, പെർസെൻറ്റേജിലല്ല, നമുക്ക് പി പി ടിയിൽ അതിൻ്റെ പാർട്സ് പെർ 1000-ൽ നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ദ സെയിം ഇക്വേഷൻ, റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു എക്സ് observed value minus true value divided by the true value into 1000 ppt, that is the parts per 1000. And mainly the absolute error is expressed in the unit of measurements, and in the case of relative error it is expressed the relationship of the error to the true value, or it can be expressed as a percentage error or parts per 1000. ഇതാണ് നോർമലി ഞാൻ ഒരു ഈസി ആയിട്ടുള്ള വേയിലുള്ള ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല, വേറൊരു രീതിയിൽ മീൻസ് ഓരോ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ, ഈ ഒരു ഡിഫറൻസ് കൊടുത്താലും മതി. ഡെഫിനേഷൻ, അതായത് ഒരു മീൻസ് ഇവിടെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ കൊടുത്തു. അപ്പോൾ ഹയർ മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ മുകളിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. പാരാമീറ്റർ ഡെഫിനേഷൻ ആണെങ്കിൽ ക്ലോസ്നെസ് ഓഫ് എ മെഷർമെൻറ്റ് വാല്യൂ വിത്ത് ട്രൂ ഓർ അക്സെപ്റ്റഡ് വാല്യൂ. ഇൻ ദ കേസ് ഓഫ് പ്രിസിഷൻ, സോറി ഇത് നമ്മൾ നേരത്തെ ഉള്ള കാര്യമാണ്, ആക്യുറസി ആൻഡ് പ്രിസിഷൻ ഉള്ളതാണ്. നോട്ട് ഇൻ ദ കേസ് ഓഫ് ഈ ഒരു റിലേറ്റീവ് എറർ ആൻഡ് ദെൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണ് എന്നുള്ളത്, കാരണം ഞാനിവിടെ ആ ഒരു ഡെഫിനേഷൻ വൈസിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ പാരാമീറ്റേഴ്സ് ആയിരുന്നില്ല കൊടുത്തത്, അതല്ലാത്ത രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇതല്ലെങ്കിൽ ഞാൻ ഓൾറെഡി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ നോർമലി എന്താണ് എറർ എന്ന് പറഞ്ഞു. എററിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അതിനെ അബ്സല്യൂട്ട് എററിൽ എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ റിലേറ്റീവ് എറേഴ്സിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്, വി ആർ എക്സ്പ്ലെയിനിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. Mainly the errors are classified into determinate error and the indeterminate error. Determinate error എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു വരുന്നുണ്ട് അല്ലേ, അതൊരു സിസ്റ്റമാറ്റിക് എറർ ആയിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഡിറ്റർമിനേറ്റ് എറർ ആർ ദോസ് ഫോർ വിച്ച് ദ സോഴ്സ് ക്യാൻ ഒബ്സർവ്ഡ് ഓർ ഡിറ്റക്റ്റഡ്. ഇത് എങ്ങനെയാണ് ആ എറർ ഉണ്ടാക്കുന്നത് എന്നുള്ള ആ സോഴ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റും, അതിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ദ സിസ്റ്റമാറ്റിക് എറർ. Okay, determinate error is otherwise called the systematic error. And next is indeterminate error. Indeterminate എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റത് അല്ലേ, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. The error for which the source cannot be observed. എറർ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ വരുന്നുണ്ട്, പക്ഷേ അത് ഏത് സോഴ്സ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓർ നോട്ട് ഡിറ്റക്റ്റഡ് ഓർ ക്യാൻ ബി പിൻ പോയിന്റഡ്. നമുക്കത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആ ഒരു എറർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. So that is called, that are the different types of errors, not that it's a classification of errors, determinate error and the indeterminate error. In ഇതിൻ്റെ അകത്ത് തന്നെ determinate error can again be classified, and in other case the indeterminate errors can also be classified. Here the determinate errors, or otherwise called the systematic error, is classified into operational and personal errors, or instrumental errors and reagent errors, method errors, additive errors and proportional errors.
And in the indeterminate errors, in the case of the indeterminate errors, or it is otherwise called the random error or accidental error, it can classify it into personal errors, instrumental errors and condition errors. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവരുടെ രണ്ടിടത്തും പേഴ്സണൽ ഉണ്ട് അല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെയാ പറയാ? ഇൻഡിറ്റർമിനേറ്റ് പേഴ്സണൽ എറേഴ്സ്. ദിസ് ഇസ് ഇൻഡിറ്റർമിനേറ്റ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ എറേഴ്സ്. സോ ഇങ്ങനെയാണ് ഈ ഒരു സബ് ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു സബ് ക്ലാസിഫിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് എ ഡിറ്റർമിനേറ്റ് എറർ എന്നും വാട്ട് ഈസ് എൻ ഇൻഡിറ്റർമിനേറ്റ് എറർ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. So the characteristics of determinate errors, it's very important ഇത് പഠിക്കണം. Cause of error is known. Determinate ചെയ്യാൻ നമുക്ക് പറ്റും. The causes of error is known. And second one is a consistency, that is the values are almost the same. Third, difficult to correct for with statistics. Then fourth one, due to poor technique, faculty calibration or poor experimental design. These errors can be displaced. And next is the controls the accuracy of the method and it can be avoided. This determinate errors can be avoided കാരണം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എറർ ആയതുകൊണ്ട് നോർമലി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. So all these are the characteristics of determinate errors. And then next is characteristics of indeterminate errors. Basically നേരത്തെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. Cause of error is unknown, നമ്മൾക്ക് അറിയില്ല. Spreads randomly around the middle value, follow the normal distribution or Gaussian curve. നമ്മൾ ഗോസിയൻ കർവ്സ് ഒക്കെ വെച്ചിട്ട് കാണിക്കുക, നമുക്കിവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിവേ സ്പ്രെഡ്സ് നോർമലി അറൗണ്ട് ദ മിഡിൽ വാല്യൂ, യൂഷ്വലി സ്മോൾ, അതായത് അത് എറർ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്കതിനെ മെയിനായിട്ട് പിൻ പോയിന്റ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തത്. ഹാവ് ഇഫക്ട്സ് ഓൺ പ്രിസിഷൻ ഓഫ് മെഷർമെൻറ്റ്, കനോട്ട് ബി അവോയ്ഡഡ്, ഈസിലി ട്രീറ്റഡ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഇങ്ങനെയുള്ളതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകളുണ്ട്. പക്ഷേ നോർമലി നമ്മൾക്ക് മീൻസ് പോയിന്റ് ഔട്ട് ചെയ്തെടുക്കാനും അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണങ്ങൾ മീൻസ് ആ ഒരു സാഹചര്യങ്ങൾ കുറവാണ്. And also known as that means this indeterminate error is also known as accidental or random errors, and this represent experimental uncertainty that occurs in any measurements that we take. And this type does not have specific values and are unpredictable. നമുക്കത് എവിടെ വരുന്നോ അല്ലെങ്കിൽ ഏത് വാല്യൂ ആയിരിക്കുമെന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, predict ചെയ്യാനായിട്ട് പറ്റില്ല. Then example of indeterminate errors are change in humidity ആയിരിക്കാം, ടെമ്പറേച്ചർ ആയിരിക്കാം, ടെമ്പറേച്ചർ ഇൻ ദ റൂം ടെമ്പറേച്ചർ ആയിരിക്കും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വിൻ്റർ സീസണിലാണെങ്കിലും സമ്മർ സീസൺസിലാണെങ്കിലും അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഏതിൻ്റെ അകത്ത് പെടുത്തും, ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് അത് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ അക്യുറസിയും പ്രിസിഷനെയും പറഞ്ഞതുപോലെ ഓരോന്നിൻ്റെയും പാരാമീറ്റേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഞാനിവിടെ ഡിറ്റർമിനേറ്റ് എററിനെയും ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഒരു ഹയർ മാർക്സിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതും കൂടെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഒറിജിൻ, source can be observed, no source can be observed, and magnitude of the determinate error is large, and in the case of indeterminate it is small, and in the case of direction it is a unidirection. Indeterminate error has no direction. Reproducibility, it is reproducible in the case of determinate and not reproducible in the case of indeterminate. In the case of effects, it affects the measurement and no effect on measurements. And is there any remedy for this determinate and indeterminate? For the determinate there is a minimization possible. Elimination in some cases are possible, but in the case of indeterminate no elimination of these errors are possible. So all these are the characteristics of determinate errors and the indeterminate errors. On the next we can see what are the types of determinate or systematic errors. Okay, we can go through the each determinate errors or systematic errors one by one. So here I given at us types of determinate errors. So first one is operational and personal errors. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് പേഴ്സണൽ എറേഴ്സ്. നോർമലി ഒരു ഇൻഡിവിജ്വൽ അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി നടക്കുന്ന അല്ലെങ്കിൽ അയാൾ കാരണം ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്.
Errors for which the individual analyst is responsible and are not connected with the method or procedure is called the personal errors. ഇത് ചെയ്യുന്ന മെത്തേഡോ, അപ്പം ഞാനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന മെത്തേഡോ അല്ലെങ്കിൽ ആ പ്രൊസീജിയറോ അല്ല എറർ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എററാണ്. അത് എൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എററിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഇപ്പം നോർമലി അൺഏബിൾ ടു ജഡ്ജ് കളർ ചേഞ്ച്. ഞാനിപ്പോൾ ഒരു കോംപ്ലക്സോമെട്രി ചെയ്യുന്നു, അപ്പോൾ ആ കോംപ്ലക്സോമെട്രിയിലുള്ള ആ പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ തരുന്ന കളർ ചേഞ്ച് എന്താണ് എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയണം. ഇപ്പോൾ എനിക്കത് ഓൾറെഡി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ കളർ ചേഞ്ച് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതുപോലെയുള്ള, അതിനെ മാത്രമല്ല അതുപോലെയുള്ള പേഴ്സണലി എറേഴ്സ് ഉണ്ടാക്കുന്ന അനലിസ്റ്റിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ദ പേഴ്സണൽ എറേഴ്സ്. നെക്സ്റ്റ് ഇസ് ഓപ്പറേഷണൽ എറേഴ്സ്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള ഓപ്പറേഷനിലുള്ള മിസ്റ്റേക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷണൽ എറേഴ്സ് എന്ന് പറയുന്നത്. When errors are occurring, operation is called operational error. These errors are physical in nature and occur when sound analytical techniques is not followed. എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ടെക്നിക്കൽ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു ടെക്നിക്കൽ സിസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനിൽ വരുന്ന, ഇപ്പം ഞാൻ സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എഫർവസൻസ് വരുന്നു, അപ്പം ഞാൻ കറക്റ്റായിട്ട് ആഡ് ചെയ്യുകയും കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് വാല്യൂസ് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ആ ചെയ്യുന്ന പ്രൊസീജിയറിൽ വല്ല തെറ്റുകളോ ഉണ്ടെങ്കിൽ, ആ ടെക്നിക്സിൽ വല്ല തെറ്റുകളോ ഉണ്ടെങ്കിൽ, ആ ഓപ്പറേഷനിൽ വല്ല തെറ്റുകളോ ഉണ്ടെങ്കിൽ, ഇറ്റ് മേ കോസ് certain errors and that errors is called operational error. Then next, these are due to factors for which the individual analyst is responsible. ഇവിടെ നമ്മൾ റെസ്പോൺസിബിൾ ആണ് and not connected with the method or procedure they part from the personal. ഇത് നേരത്തെ പറഞ്ഞതാണ്, മീൻസ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ എറേഴ്സിനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് പോകാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്സർവേഷൻ എറർ. ഈ ഒരു മീൻസ് നേരത്തെ മുകളിലത്തെ പോയിന്റ് ഒന്നും കൂടെ പറയാൻ വേണമെങ്കിൽ, ഇത് നമുക്ക് എന്താണ് ഓപ്പറേഷണൽ എറർ എന്ന് പറയുന്നതും നമ്മളുടെ അനലിസ്റ്റിൻ്റെ തന്നെ മിസ്റ്റേക്ക് ആണ് അല്ലേ. ദീസ് ആർ ഡ്യൂ ടു ഫാക്ടേഴ്സ് ഫോർ വിച്ച് ദ ഇൻഡിവിജ്വൽ അനലിസ്റ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ആൻഡ് നോട്ട് കൺസേൺ വിത്ത് ദ മെത്തേഡ്. നമ്മളത് മെത്തേഡ് അറിയാതെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രൊസീജിയർ അറിയാതെ, അതും ഒരു ഇൻഡിവിജ്വലിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ എന്ത് മിസ്റ്റേക്കാണ് ഇവിടെ, മെത്തേഡ്സും പ്രൊസീജിയറിലുള്ള മിസ്റ്റേക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷണൽ എറർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്സർവേഷൻ എറർ and it is caused by the carelessness, observerന്റെ കെയർലെസ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ not using the right techniques by the operators. That is called that type of errors which arises called the operational errors. And the examples are mechanical loss of material in various steps of analysis, then underwashing or overwashing of precipitates. അത് ഒരു precipitate വാഷ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ രീതിയുണ്ട്. അത് കുറവാകാനും പാടില്ല, കൂടുതലാകാനും പാടില്ല. നമ്മളെ precipitate-നെ ലോസ് ചെയ്യും, കൂടുതലായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അണ്ടർ വാഷിംഗ് ആണെങ്കിൽ ആ precipitate-ൽ ഒരുപാട് ഇമ്പ്യൂരിറ്റി എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദ നെക്സ്റ്റ്, ഇഗ്നീഷൻ ഓഫ് precipitate ആസ് ഇൻകറക്റ്റ് ടെമ്പറേച്ചേഴ്സ്. ഇങ്ങനെ precipitation ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇഗ്നൈറ്റ് ചെയ്യണം. നെക്സ്റ്റ്, മിസ് റീഡിങ് ദ ബ്യൂററ്റ്. ബ്യൂററ്റ് റീഡിങ് നമ്മൾ എല്ലായ്പ്പോഴും പലർക്കും സംഭവിക്കുന്ന തെറ്റാണ് അല്ലേ. ബ്യൂററ്റ് റീഡിങ് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നിന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അതെന്താണ്, ബ്യൂററ്റ് റീഡിങ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ദെൻ ട്രാൻസ്ഫർ ഓഫ് സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന തെറ്റുകൾ. ദെൻ എഫർവസൻസ്, then incomplete drawing. All these are the examples for the operational errors. And some other examples is also given here. Operational errors, weighing of the hot crucible നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഹോട്ട് ക്രൂസിബിൾ അല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നോർമൽ റൂം ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ടുള്ള ക്രൂസിബിളിനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓപ്പറേഷണൽ എറേഴ്സ് ആണ്. ലോസ് ഓഫ് precipitate ഡ്യൂറിങ് ഫിൽട്രേഷൻ. നമുക്കറിയാം ഫിൽട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫിൽട്രേറ്റുകളും മീൻസ് precipitate നമ്മളുടെ എവിടെ കിടക്കണം, എല്ലാ precipitate നമ്മളുടെ ഫിൽറ്റർ പേപ്പറിൽ കിടക്കണം. precipitate ലോസ് ചെയ്യാൻ പാടില്ല. The blowing of large drop of nozzle in the nozzle of the precipitate. Then improper recording of the instrument, underwashing or overwashing of the precipitate, ignorance of temperature. All these are the errors that may caused as a result of the operation. So that is called operational errors. And next is the instrumental errors. Normally ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫോൾട്ട് കൊണ്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് occur due to faulty instrument. Those which arise due to the use of defective instrument. നമ്മൾ ചില സമയങ്ങളിൽ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യും, അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ
നമുക്ക് ഉണ്ടാകുന്ന വാല്യൂസ് എറർ കാണിക്കും. ദാറ്റ് എറേഴ്സ് ഇസ് കോൾഡ് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്. എക്സാമ്പിൾ ദ ഫാൾട്ടി എക്യുപ്മെൻറ്റ്സ് കാരണം, അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യാത്ത വെയിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യാത്ത ബ്യൂററ്റ്, പിപ്പറ്റ്, മെഷറിംഗ് ഫ്ലാസ്ക് ആൻഡ് ഗ്ലാസ് വേസ്. അപ്പോൾ നമ്മൾ നോർമലി ഒരു 100 ml അല്ലെങ്കിൽ ഒരു 20 ml പിപ്പറ്റ് എടുക്കുമ്പോൾ അത് കാലിബ്രേറ്റഡ് ആണെങ്കിലാണ് അത് കറക്റ്റ് 20 തരുന്നത്. അപ്പോൾ അത് കാലിബ്രേറ്റഡ് അല്ല, നമ്മൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു കറക്റ്റ് 20യുടെ വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ അപ്പാരറ്റസുകളും എന്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, കാലിബ്രേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് തിയറിറ്റിക്കൽ വാല്യൂവിനോട് കറക്റ്റായിട്ട് വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എറർ ഇസ് എറേഴ്സ് ഓഫ് ദ റിയേജൻറ്റ്. നോർമലി അതിന് നമ്മൾ പറയുന്ന പേരാണ് റിയേജൻറ്റ് എറേഴ്സ് എന്നുള്ളത്. എന്തായിരിക്കാം റിയേജൻറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി റിയേജൻറ്റിൽ വല്ല ഇമ്പ്യൂരിറ്റീസുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ പ്രൊസീജിയറിൽ കൂടെ അല്ല എങ്കിൽ നമ്മൾ ആ ഒരു റിയേജൻറ്റ് യൂസ് ചെയ്യുന്ന ഏതൊരു എക്സ്പെരിമെൻറ്റ്സിലും നമുക്ക് എറർ പോസിബിൾ ആണ്. സോ that type of errors is called the reagent errors. Okay, നമുക്ക് പോയിന്റ്സുകൾ നോക്കാം. Errors occur due to reagent containing impurities. This error will occur if the reagents are not pure, or the errors occur due to the use of reagents which are not prepared properly in accordance to the requirement. Then correction is made by using proper reagents or by doing back titration. അതായത് ഈ ഒരു എറർ, ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ റിയേജൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടാമത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അതിനെ എക്സ്പെരിമെൻ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു എറർ മാറ്റാൻ പറ്റും. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാവണം എന്ത് റിയേജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഡെഫിനറ്റാണ് എന്ത് ആ ഒരു എറർ ഏത് കാരണമായിരിക്കാം, റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്തതിലോ അതല്ലെങ്കിൽ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി കാരണമോ ആയിരിക്കാം. ഇനി അത് മാത്രമല്ല, ഞാനൊരു റിയേജൻ്റ് എടുത്തു, ആ ഒരു റിയേജൻ്റ് നമ്മൾ എടുക്കുന്ന ഗ്ലാസ് വെയർസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റിയേജൻസ് കാൺ ബി യൂസ്ഡ്. അതും എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കും? റിയേജൻ്റ് എറേഴ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കുന്നു. And the next error is the method errors, which is a very important error. Method errors are caused by the nature of methods you are used for that experiment. And these are inherent in the method itself. The method മാത്രമുള്ള എറേഴ്സുകളാണ്. Arises as a result of incorrect sampling and incompletion of the reaction. This error cannot be, ചില റിയാക്ഷനുകൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡ്രോപ്സ് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും ഡ്രോപ്സ് മീൻസ് റിയേജൻസുകളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ റിയേജൻസ് നല്ലതാണെങ്കിലും അവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ കറക്റ്റ് വേണം, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ദിസ് എറർ കനോട്ട് ബി ഒമിറ്റഡ് ബൈ റണ്ണിങ് ദി എക്സ്പെരിമെൻറ്റ് സെവറൽ ടൈംസ്. അപ്പം നമ്മൾ ഒരുപാട് തവണ സെയിം മെത്തേഡിൽ, ആ ഒരു തെറ്റായ മെത്തേഡിൽ പിന്നെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എററിനെ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെത്തേഡ് എറർ, ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എററിനെ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. It can be recognized and corrected by calculation or by changing to different methods or techniques. അപ്പോൾ ഇങ്ങനെയുള്ളതിന് ഒരു പോസിബിലിറ്റി എന്തെന്ന് വെച്ചാൽ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്തു, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ മെത്തേഡിനകത്തുള്ള ഒരു തെറ്റാണ്. അപ്പോൾ ആ മെത്തേഡ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എററിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ സോൾട്ട് ഡിറ്റർമിനേഷനിൽ അല്ലെങ്കിൽ മിക്സ്ചർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എപ്പോഴും വരുന്നതാണ് മെത്തേഡ്സ്. ചില മെത്തേഡ്സിൽ മാത്രം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിസൾട്ട് പോസിബിൾ ആവുകയുള്ളൂ കാറ്റയോൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് മെത്തേഡ്സിനെ നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ദിസ് ടൈപ്പ് ഓഫ് എറർ ഇസ് പ്രസൻറ്റ് ഇൻ വോളിമെട്രിക് അനാലിസിസ് ഓൾസോ. ദാറ്റ് ഇസ് കോസ്ഡ് ബൈ റിയേജൻറ്റ് വോളിയം. An excess of volume used by compared to theory will result in the change of colors. നമ്മൾ റിയേജൻസോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറയുമ്പോൾ കറക്റ്റ് എമൗണ്ടിൽ മാത്രമേ അല്ലെങ്കിൽ കറക്റ്റ് വോളിയത്തിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അതല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന കളർ ചേഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കാം. കുറച്ച് എക്സാമ്പിൾസ്: മിസ്റ്റേക്സ് മെയ്ഡ് ഇൻ ഡിറ്റർമിനിങ് എൻഡ് പോയിന്റ് കോസ്ഡ് ബൈ ദ co-precipitation or the decomposition of the precipitate, then volatilization of the precipitate during incineration, and in gravimetric also. Then error occurred due to insolubility of precipitate, co-precipitate, positive precipitate, and decomposition. Then next in titometric analysis, errors occur due to failure of the reaction, then side reaction, then reaction of the substance other than the constituent being determined, and the differences between the observed endpoint and the stoichiometric equivalence point of the reaction. രണ്ട് വ്യത്യാസമാണ് അല്ലേ? നമുക്കറിയാം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സോഷ്യോമെട്രിക് ഈക്വലൻസ് പോയിന്റ് ആൻഡ് ദ ഒബ്സർവ്ഡ് എൻഡ് പോയിന്റ് എന്നുള്ളത് നമുക്കറിയാം. So all these are the method errors. And the next is additive error or proportional errors, or additive errors and proportional errors എന്ന് പറയുന്നതായിരിക്കും അത് ശരി. ഓക്കെ,
additive errors and proportional errors. Okay. Additive error എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ additive error does not depend upon the constituent present in the determination. Loss in weight of the crucible in which a precipitate is ignited, errors in weight. Then proportional error എന്ന് പറയുന്നത് it depends on the amount of constituent. അതിലെ constituent did impurities in standard compound. So it depends upon the amount of constituent that is present for that experiment. So all these are the types of determinate errors. And 5 types we will. Then next we are going to discuss the types of indeterminate errors. Normally ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു മീൻസ് ഡിറ്റർമിനേറ്റ് എറേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും കൂടെ വരുന്നത് ഇൻഡിറ്റർമിനേറ്റേഴ്സ് എററിൽ വരുന്നത്. സോ യു ജസ്റ്റ് ഗോ ത്രൂ ദ നോട്ട്സ്. ദ സെയിം തിങ് ഇസ് റിപ്പീറ്റിംഗ് ഹിയർ, ബട്ട് the difference is that indeterminate errors it is very difficult to find out. The personal errors, the certain personal errors which is very difficult to find out. Indeterminate personal error means the inability of the analyst to distinguish. Our ആൾക്ക് അനലിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന. ഇറ്റ് ഇസ് ഇനബിലിറ്റി ഓഫ് ദ അനലിസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റീഡിങ്സ്, കളേഴ്സ്, പൊസിഷൻ ഓഫ് ദ മീറ്റർ നീഡിൽസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, അറൈസ് ഡ്യൂ ടു ദ വിച്ച് അറൈസസ് ഡ്യൂ ടു റാൻഡം വേരിയേഷൻ ഇൻ റെസ്പോൺസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ വേരിയേഷൻ ഇൻ ദ വോൾട്ടേജ്. പക്ഷേ ആ ഒരു വേരിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വേരിയേഷൻ വരുന്ന കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റാണ്ട് നമ്മൾ റീഡിങ് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്ട്രുമെൻ്റൽ, ഐ മീൻസ് ഇൻഡിറ്റർമിനേറ്റ് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, അങ്ങനെ തന്നെ പറയണം. ദെൻ കണ്ടീഷൻ എറേഴ്സ് മീൻസ് it is the indeterminate condition errors or otherwise called condition errors are those which arises due to the variation external conditions on which the analyst has no control. നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു രീതിയിൽ പറയുന്നത്. And the examples are errors produced by the slight variation of temperature, barometric pressure, humidity, etc. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. So anyway, I think it's clear for you. If you have any doubt, you just contact me. Okay.